ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പേര് ലെനിന ഒന്ന്, പിന്നെ അദ്ദേഹം സിനിമയിൽ ഒരു വലിയ പ്രമാണിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് മഴ വരുന്ന പോലുള്ള സിനിമ വന്നതാണ്. ഞാൻ ആദ്യത്തെ പരിചയപ്പെടുത്തുന്നത് മീനമാസത്തിലെ സൂര്യൻ അല്ലേ ലെനിൻ, അവിടെ വെച്ച മീനമാസത്തിലെ സൂര്യൻ പറഞ്ഞാൽ കയ്യൂറിൻ്റെ ഇതിഹാസം. ഇന്ത്യയിലെ പ്രഗത്ഭരായ പല സംവിധായകന്മാരും സിനിമാ നിർമ്മാതാക്കളും വന്നിട്ട് തുടങ്ങി കയ്യൊഴിച്ചു പോയ കയ്യൂറിൻ്റെ സമരകഥ അദ്ദേഹമാണ് അബ്രവാടിയിൽ പകർത്തിയത്. അത് കയ്യൂറിൻ്റെ സമരകാവ്യ. അതുകൊണ്ട് ലെനിൻ രാജേന്ദ്രൻ ഞാൻ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. ആ ബന്ധമാണ് ഒരു കാരണം. പിന്നെ കുരീപ്പുഴ ശ്രീകുമാർ, അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കുരീപ്പുഴ അദ്ദേഹം ഒരു വിപ്ലവ കവിയാണ്. നമ്മളെ ചെറുപ്പക്കാർ ആവേശമാണ്, ഹരമാണ്. അദ്ദേഹം അനീതിക്കെതിരായി പോരാടുന്ന ഒരു കവിയാണ്. പിന്നെ ലിജു, എല്ലാവരും ഇവിടെ പ്രധാനപ്പെട്ട. പിന്നെ ടീച്ചർ എനിക്ക് ഓർമ്മയുണ്ട്, കണിയാപുരം ഇടയ്ക്ക് വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ യൂത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി പ്രസിഡൻ്റ് ആയിരിക്കും, അദ്ദേഹമായിരുന്നതിന് മുമ്പ് പ്രസിഡൻറ്റ്. വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകുമ്പം ടീച്ചർ വീട്ടിലുണ്ടാവില്ല. കണിയാപുരം പറയും, എനിക്കുള്ള ഭക്ഷണം നമുക്ക് രണ്ടാൾക്കും കഴിക്കാം. ആകെ നോക്കുമ്പോൾ ഒരു പൊതിയ ചോറ്. ഇത് നമ്മൾ 50-50 ആക്കി വന്ന്. ടീച്ചർ നല്ല കറിയും അതിൻ്റെ ചമ്മന്തിയൊക്കെ ആകുമ്പോൾ എത്ര അളവുണ്ടെന്നുള്ള വിഷയമല്ല. അങ്ങനെ എല്ലാം കൊണ്ടും ഈ സദസ്സ് ധന്യമാണ്. ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും എന്നെ നന്ദി പറയുന്നു. ഞാൻ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ലിജുവിനെ ശ്രമിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ, ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീ വി ശശി അവർകൾ, ഏറ്റവും ബഹുമാന്യനായ മുൻ പാർലമെൻ്റ് അംഗം, കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാവ് ശ്രീ പന്ന്യൻ രവീന്ദ്രൻ അവർകൾ, ശ്രീ ലെനിൻ രാജേന്ദ്രൻ, ശ്രീ കുരീപ്പുഴ സാർ, ബഹുമാനിയായ ടീച്ചർ, വേദിയിലേക്ക് കടന്നു വരുന്ന ബഹുമാന്യനായ KPCC അധ്യക്ഷൻ ശ്രീ VM സുധീരൻ അവർകൾ, മറ്റ് ബഹുമാന്യരായ YMHA ഗ്രന്ഥശാലയുടെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട കണിയാപുരം നിവാസികളെ, കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി, ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇത് സംഘാടകർ പറഞ്ഞു, 70 വർഷമായി YMHA ഗ്രന്ഥശാല സ്ഥാപിച്ചിട്ട്. 7 പതിറ്റാണ്ടുകൾ എന്നാൽ അനവധി തലമുറകൾ എന്നാണ്. അനവധി തലമുറകൾ കഴിഞ്ഞിട്ടും ഈ ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. കൂടുതൽ മനോഹരമായി, വളരെ വൈവിധ്യമാർന്ന പരിപാടികളുമായി ഇത് മുന്നോട്ട് പോവുകയാണ്. എല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. ഈ നാട് ജന്മം കൊടുത്ത, എനിക്ക് തോന്നുന്നു കണിയാപുരം എന്ന നാടിൻ്റെ പേര് പ്രശസ്തമാക്കിയത് ശ്രീ കണിയാപുരം രാമചന്ദ്രൻ അവർകളാണ്. ശ്രീ രാമചന്ദ്രൻ എന്ന പേര് പറയാതെ കണിയാപുരം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം അത് കണിയാപുരം രാമചന്ദ്രനാണ്. ഒരു യുവ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീ കണിയാപുരം കത്തി നിന്ന ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ നേരിട്ട് നിന്ന് കാണാനുള്ള, അല്ലെങ്കിൽ അതനുഭവിക്കുവാനുള്ള അവസരം എനിക്കുണ്ടായിട്ടില്ല. ഞങ്ങളൊക്കെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവസാന കാലഘട്ടത്തിൽ എത്തിച്ചേർന്നിരുന്നു. എങ്കിലും ചെറുപ്പത്തിൽ കലാകൗമുദി വാരിക വായിക്കുന്ന സമയത്ത് കലാകൗമുദിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കോളം ഉണ്ടായിരുന്നു, കണിയാപുരം സാറിൻ്റെ രാഷ്ട്രീയ വിമർശനം. അന്നെന്നോ വായിച്ച ഒരു, നേരത്തെ തന്നെ ഇവിടെ സംസാരിച്ച പന്ന്യൻ സാർ പറഞ്ഞു, കണിയാപുരത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഒരു ഒഴുക്കായിരുന്നു. ചരിത്രവും സാഹിത്യവും ഹാസ്യവും എല്ലാം അടങ്ങുന്ന ഒരൊഴുക്ക്. അതുപോലെ അദ്ദേഹത്തിൻ്റെ എഴുത്തും അതുതന്നെയായിരുന്നു. വളരെ ഹാസ്യാത്മകമായി വിമർശിക്കേണ്ടതിനെ വിമർശിച്ചുകൊണ്ടുള്ള
ശക്തമായ ഭാഷയുടെ ഒരു പ്രവാഹം. ഞാൻ എന്നോ വായിച്ച കലാകൗമുദിയിലെ ഒരു ലേഖനത്തിൽ അദ്ദേഹം അന്നത്തെ ഏതോ ഒരു വിഷയത്തിൽ പ്രതിപക്ഷമെടുത്ത നിലപാടിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എഴുതിയ ഒരു ചെറിയ നറുങ്ങ് എൻ്റെ മനസ്സിൽ നിന്ന് കടന്നു വരികയാണ്. അപ്പം അതിൽ ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു, ഒരു കുട്ടി അച്ഛനും അമ്മയ്ക്കും ഇടയിൽ കിടന്നുറങ്ങുകയാണ്. ഉറക്കത്തിൽ കുട്ടി സ്വപ്നം കണ്ടു. സ്വപ്നം ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിച്ച് എഴുന്നേറ്റിരുന്ന് കരയുകയാണ്. അപ്പം അച്ഛനും അമ്മയും ചോദിച്ചു, എന്താണ് കാര്യം, എന്താ? അപ്പോൾ പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ വാതിൽ കിടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു. വാതിൽ കിടക്കുക എന്നൊരു പ്രയോഗമുണ്ടല്ലോ, വാതിൽ അടയ്ക്കുക, അടച്ചിരിക്കുന്ന വാതിൽ വീണ്ടും വീണ്ടും അടയ്ക്കുക എന്നൊരു പ്രയോഗമുണ്ട്. അപ്പം എനിക്ക് വാതിൽ കിടക്കാൻ സാധിച്ചില്ല, അതിനു മുമ്പ് ഉണർന്നുപോയി, അതുകൊണ്ടാണ് കരയുന്നത് എന്ന്. അപ്പം അച്ഛനമ്മമാർ പറഞ്ഞു, കുഴപ്പമില്ല, ഇപ്പോൾ ഉറങ്ങിക്കോ, നീ ഇപ്പം വാതിൽ കിടക്കിക്കോ. അപ്പോൾ സ്വപ്നത്തിൽ ഇന്നലെ കിടക്കുന്നതായിട്ടാണ് സ്വപ്നം കണ്ടത്, എനിക്ക് ഇന്നലെ കിടക്കണം. സ്വപ്നം ഇന്നലെയായിരുന്നു. അപ്പോൾ കുഞ്ഞ് പറയുകയാണ്, ഞാൻ കണ്ട സ്വപ്നം ഇന്നലെ കണ്ട സ്വപ്നമാണ്, ഇന്നലെയായിരുന്നു ആ സ്വപ്നത്തിൽ നടന്ന ദൃശ്യങ്ങൾ. അതുകൊണ്ട് എനിക്കിപ്പോൾ വാതിൽ കിടക്കിയാൽ പോരാ, ഇന്നലെ കിടക്കണം. കണിയാപുരം സാർ എഴുതിയ ഒരു ചെറിയ നറുങ്ങാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ ഞാൻ അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ ഒരു ആവശ്യത്തെ അദ്ദേഹം ഉപമിച്ചത് ഇത്തരം ഒരു ചെറിയ നറുങ്ങ് കഥയുമായിട്ടാണ്. ഇപ്പം എൻ്റെ മനസ്സിൽ വന്നൊരു കാര്യം ഞാനിവിടെ പറഞ്ഞതാണ്. അത്തരത്തിലൊക്കെ തന്നെ എഴുത്തുകൊണ്ടും പ്രഭാഷണം കൊണ്ടും പ്രവൃത്തി കൊണ്ടും കേരളത്തിൽ ഇനിയൊരിക്കലും ആവർത്തിക്കാനിടയില്ലാത്ത ഒരു വ്യക്തിത്വത്തെ ആദരിക്കാൻ എടുത്ത തീരുമാനം വളരെ നന്നായി. പ്രഥമ അവാർഡ് കിട്ടിയത് രാഷ്ട്രീയമായി ഞങ്ങളൊക്കെ ഭിന്നചേരിയിലാണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ കേരളം മുഴുവൻ ആദരിക്കുന്ന ബഹുമാന്യനായ ശ്രീ VS അച്യുതാനന്ദനെയാണ്. ശ്രീ VS ഞങ്ങളുടെ നാട്ടുകാരാണ്, എൻ്റെ നാട്ടുകാരാണ്, ആലപ്പുഴക്കാരാണ്. ശ്രീ VSനെ പോലെയുള്ള ആളുകൾ ഇന്ന് രാഷ്ട്രീയത്തിൽ അന്യം നിൽക്കുന്നൊരു സമൂഹമാണ്. നമ്മൾ കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവുമൊക്കെ പരിശോധിക്കുമ്പോൾ കണ്ടുവരുന്നൊരു പ്രവണത, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സ്ഥാനത്ത് കൂടുതൽ NGO പ്രവർത്തന ശൈലിയുള്ള പുതിയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നതാണ്. ഇപ്പോൾ തന്നെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാപകൻ ശ്രീ അരവിന്ദ് കെജ്രിവാൾ കടന്നു വന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിനപ്പുറത്ത് ഒരു സന്നദ്ധ പ്രവർത്തകനായിട്ടാണ്. വിവരാവകാശ മേഖലയിലും മറ്റ് സന്നദ്ധ പ്രവർത്തന മേഖലയിലുമൊക്കെയാണ്. ഇപ്പോൾ രാഷ്ട്രീയ രംഗത്ത്, പ്രത്യേകിച്ച് കേരളത്തിലുൾപ്പെടെ അത്തരത്തിൽ കടന്നു വരുന്നൊരു വിഭാഗമുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും രണ്ട് വളരെ കൃത്യമായ വേർതിരിവോടുകൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പാർട്ടി പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. അതിൽ തന്നെ ഞങ്ങൾ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതേസമയം സന്നദ്ധ പ്രവർത്തനമാണ് ഞങ്ങളുടെ മേഖല എന്ന് പറഞ്ഞുകൊണ്ടുവരുന്ന ഒരു വിഭാഗം വേറെയുണ്ട്. ആത്യന്തികമായി അവർ വന്നു ചേരുന്നത് ഇലക്ഷൻ പൊളിറ്റിക്സിൽ തന്നെയാണ്. പക്ഷേ എങ്കിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് രാഷ്ട്രീയ പ്രവർത്തകരുടെ ഒരു മേഖലയും സന്നദ്ധ പ്രവർത്തകരുടെ ഒരു മേഖലയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, എന്തുകൊണ്ട് ഒരു 3 പതിറ്റാണ്ടിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു 20 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ അതിനു മുൻപുള്ള കാലഘട്ടത്തിൽ ശ്രീ VSൻ്റെയും ആ തലമുറയുടെയും പിന്നീട് ശ്രീ VM സുധീരൻ്റെയും ഒക്കെ കാലഘട്ടത്തിൽ അത്തരത്തിലൊരു വേർതിരിവ് രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഇല്ലാതെ പോയി? അന്ന് എന്തുകൊണ്ട് ഈ മേഖലയിൽ, രാഷ്ട്രീയ പ്രവർത്തനയിൽ അല്ലെങ്കിൽ സന്നദ്ധ പ്രവർത്തന മേഖലയിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം അന്ന് എന്തുകൊണ്ട് പെട്ടെന്ന് ഉയർന്നു വന്നില്ല? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകർ സാമൂഹ്യ പ്രവർത്തകരുമായിരുന്നു. എല്ലാ മേഖലയിലും ഇടപെടുന്ന, ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന, അതോടൊപ്പം തന്നെ നാടിൻ്റെ പ്രസക്തമായ വിഷയങ്ങൾ, അത് തൊഴിൽ പ്രശ്നമാണെങ്കിലും ജനജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നമാണെങ്കിലും ജാതീയമായ വേർതിരിവാണെങ്കിലും ആ മേഖലയിലെല്ലാം സജീവമായി ഇടപെടുന്നവരായിരുന്നു അന്നത്തെ രാഷ്ട്രീയ പ്രവർത്തകർ. നേരത്തെ കണിയാപുരം സാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നാടകരംഗത്താണെങ്കിലും അദ്ദേഹം ഉണ്ടായിരുന്നു, സാഹിത്യ പ്രവർത്തന രംഗത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു, ഗാനങ്ങൾ രചിക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു, പ്രഭാഷണം നടത്താൻ, എഴുതാൻ അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെ വൈവിധ്യമാർന്നൊരു പ്രവർത്തന ശൈലി പുതിയ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്
രാഷ്ട്രീയ പ്രവർത്തനം എന്നത് വേറിട്ട് നിൽക്കുന്നൊരു മേഖലയും അത് മോശമായി ജനം കണക്കാക്കിക്കൊണ്ട് പുതിയ തലത്തിലുള്ള പ്രവർത്തന പദ്ധതിയുമായി ആളുകൾ കടന്നു വരുന്നതിൻ്റെ കാരണം അതാണ്. ആ തലമുറ അന്യം നിന്നാൽ പൊതുപ്രവർത്തനം, പ്രത്യേകിച്ച് പാർട്ടി പൊളിറ്റിക്സ് നമ്മുടെ നാട്ടിൽ അപ്രസക്തമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ട് യുവരാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിൽ ഞാൻ തന്നെ ശ്രീ കണിയാപുരം സാറിനെ പോലെയുള്ളവരുടെ ജീവിതത്തിൽ നിന്നും പ്രവർത്തനത്തിൽ നിന്നും മനസ്സിലാക്കുന്ന ഒന്ന്, രാഷ്ട്രീയ പ്രവർത്തനം എന്നത് കേവലം കക്ഷി രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ വാഗ്വാദങ്ങൾക്കപ്പുറത്ത് വൈവിധ്യമാർന്ന ഭാവനാപൂർണമായ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങൾ ഇടപെടുന്ന, അറിവ് നേടുന്ന, അറിവ് പകർന്നു നൽകുന്ന ഒരു പ്രക്രിയയായി മാറണം എന്നുള്ളതാണ്. ഈ അവാർഡ് ദാന ഒരു കണിയാപുരം സാറിനെ സ്മരിച്ചുകൊണ്ടുള്ള ഈ പ്രവർത്തനം അതൊരു നല്ല തുടക്കമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു ആരാധനാലയത്തിൻ്റെ അങ്കണത്തിൽ, ഒരു ക്ഷേത്രാങ്കണത്തിലൊക്കെ നിന്ന് സംസാരിക്കുന്ന ഒരു പ്രതീതിയാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ലൈബ്രറിക്കും ഈ സ്കൂളിനുമൊക്കെ സ്ഥലം വിട്ടു നൽകുവാൻ മനസ്സ് കാണിച്ച നല്ല മനുഷ്യരുടെ സംഭാവനയാണ് ഈ അന്തരീക്ഷം. ഈ നാടിൻ്റെ സംസ്കാരത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ഈ നാട്ടിലെ പുതിയ തലമുറയെ നേർവഴിക്ക് കൊണ്ടുപോകുവാൻ YMHA ഗ്രന്ഥശാലയുടെ പ്രവർത്തകർക്ക് സാധിക്കുന്നു എന്നത് വളരെ സന്തോഷം പകരുന്ന ഒന്നാണ്. ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. വളരെ പ്രഗത്ഭരായ ശ്രീ കുരിപ്പുഴ സാർ ഉൾപ്പെടെ, ലെനിൻ രാജേന്ദ്രൻ സാർ ഉൾപ്പെടെ, ഏറ്റവും ആദരണീയനായ KPC അധ്യക്ഷൻ ഉൾപ്പെടെ എത്തിച്ചേർന്നിരിക്കുന്നു. YMHA ഗ്രന്ഥശാലയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. കണിയാപുരം സാറിനെ പോലെയുള്ള മഹാന്മാരായ രാഷ്ട്രീയ പ്രവർത്തകരുടെ സ്മരണകൾ, അവരുടെ പ്രവർത്തന ശൈലി ഭാവി രാഷ്ട്രീയ പ്രവർത്തകർക്കും അനുകരണീയമായി മാറട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്. സമ്മേളനത്തിലേക്ക് കടന്നു വന്ന നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ശ്രീ VM സുധീരൻ ഇവിടെ എത്തി. അദ്ദേഹത്തെ ആദ്യമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനുസ്മരണ പ്രഭാഷണത്തിനായി VM സുധീരനെ ക്ഷണിക്കുന്നു. വളരെ ഹൃദ്യമായ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, നമ്മുടെ നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ശശി, ഇവിടെ ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള പ്രിയങ്കരനായ കണിയാപുരത്തിൻ്റെ സഹധർമ്മിണി വസന്തലക്ഷ്മി ടീച്ചർ, മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന നിരവധി സിനിമകൾ നൽകിയ എനിക്ക് വളരെ ഇഷ്ടമുള്ള സംവിധായകൻ ശ്രീ ലെനിൻ രാജേന്ദ്രൻ, വിദ്യാർത്ഥിയായിരുന്ന കാലം മുതലേ, SN കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലം മുതലേ ഒന്നിച്ച് പ്രവർത്തിക്കാൻ അവസരമുണ്ടായിരുന്ന, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ ഒന്നിച്ച് പ്രവർത്തിക്കാൻ, പിന്നീട് കേരളം ശ്രദ്ധിക്കുന്ന കവിയായി മാറി വളരെ തീക്ഷ്ണമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ സർവദാ സന്നദ്ധനായി നീതിക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ എന്നും ജനങ്ങളോടൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ, YMHA പ്രസിഡൻറ്റ് ബഹുമാന്യനായ ശ്രീ പൗലോസ് അവറുകളെ, ഇവിടെ ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള അമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഞാൻ എത്താൻ വൈകിപ്പോയതിന് ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ്. മനഃപൂർവ്വമല്ല. കോട്ടയം ജില്ലയിലെ വിവിധ പരിപാടികൾ കഴിഞ്ഞ് ഏതാണ്ട് ഒരു 3:40 ആയപ്പോഴാണ് അവിടെ നിന്ന് പോരാൻ സാധിച്ചത്. നമ്മുടെ കണക്കുകൂട്ടലിൽ വന്ന ഒരു ചെറിയ പിശക്, ഓണം ബക്രീദ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കാണ്. വണ്ടി ഉദ്ദേശിച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് ഏറെ ബുദ്ധിമുട്ട്. എങ്കിലും കഴിയാവുന്ന വേഗതയിൽ എത്തിച്ചേരാൻ ശ്രമിക്കുകയായിരുന്നു. വൈകിയാണെങ്കിലും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ വളരെയേറെ സംതൃപ്തിയുണ്ട്, സന്തോഷമുണ്ട്. ആകെ VS പോകുന്നതിന് മുമ്പ് ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചില്ലല്ലോ എന്ന പ്രയാസം മാത്രമാണ് എനിക്കുള്ളത്. ഇവിടെ ഞാൻ വരുന്ന
പന്നിൻ സംസാരിച്ചു പോയി. എൻ്റെ കൊച്ചനുജൻ, വളരെ പ്രതീക്ഷയോടെ ഞങ്ങൾ നോക്കിക്കാണുന്ന ശ്രീ എം ലിജുവിൻ്റെ പ്രസംഗം ഇവിടെ കഴിഞ്ഞു. ഇനി മറ്റ് സുഹൃത്തുക്കളൊക്കെ നിൽക്കാനുണ്ട്, സംസാരിക്കാനുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സമ്മേളനത്തിലെ ഈ പരിപാടിയിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ എത്തിച്ചേരാൻ എന്നെ ഏറ്റവും വലുതായി പ്രേരിപ്പിച്ചത് ഈ കണിയാപുരത്തിൻ്റെ അനുസ്മരണം 70-ാം വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ്. കണിയാപുരം സംസ്ഥാനത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നതിൽ കണിയാപുരം രാമചന്ദ്രന് വളരെ വളരെ നിർണായകമായ പങ്കുണ്ട്. കണിയാപുരം രാമചന്ദ്രൻ കണിയാപുരമായി മാറുകയായിരുന്നു. അദ്ദേഹവുമായി എത്രയോ അടുത്ത് ഇടപഴകാൻ അവസരമുണ്ടായിരിക്കുന്നു. അകാലത്തിലാണ് കണിയാപുരം നമ്മെ വിട്ടുപിരിഞ്ഞത്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത്, KSU പ്രവർത്തകരായിരുന്ന കാലത്ത്, അന്ന് കേരളത്തിലെ യുവനിരയിലെ ഏറ്റവും മികച്ച പ്രഭാഷകനായിരുന്നു കണിയാപുരം. നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. K. ബാലകൃഷ്ണൻ ഒരു കാലത്ത് തിരുവിതാംകൂറിനെ, തിരുക്കൊച്ചിയെ, കേരളത്തെ പിടിച്ചു കുലുക്കിയ ഏറ്റവും ശ്രദ്ധേയനായ പ്രഭാഷകനായിരുന്നു, പ്രാസംഗികനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം എനിക്ക് വളരെ അപൂർവമായി മാത്രമേ കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം. മറ്റൊരു ചടങ്ങിൽ പേട്ടയിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം. ഇങ്ങനെ 2-3 പ്രസംഗങ്ങളെ കേൾക്കാൻ സാധിച്ചിട്ടുള്ളൂ, അവസരമുണ്ടായിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തിൻ്റെ എഴുത്തും പ്രസംഗവും എത്രയോ ശക്തമായിരുന്നു. ഭരണാധികാരികളെ വിറപ്പിച്ച പ്രസംഗങ്ങൾ, വിറപ്പിച്ച വരികൾ, ആ നിരയിൽ നമുക്ക് വിലയിരുത്താൻ സാധിക്കുമ്പോൾ കണിയാപുരം കേരളം കണ്ട മികച്ച പ്രഭാഷകരുടെ നിരയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. ശ്രീ സുകുമാർ അഴീക്കോടിനെ പോലുള്ള വലിയ മനുഷ്യരെ വിസ്മരിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത്, അത് വേറൊരു രീതിയിലാണ്. പക്ഷേ രാഷ്ട്രീയ തലത്തിൽ പ്രവർത്തിച്ച് യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്ന് CPIയുടെ പ്രഗത്ഭ നേതാവായി ഉയർന്ന് കേരളത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ തനതായ സവിശേഷമായ ഒരു വ്യക്തിത്വം ഉറപ്പിച്ചെടുത്ത് തൻ്റെ കഴിവിലൂടെ, തൻ്റെ സംഭാവനകളിലൂടെ പ്രഭാഷകൻ എന്നുള്ള നിലയിൽ, രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ, ചലച്ചിത്ര പ്രവർത്തകൻ, സിനിമാ ഗാന രചയിതാവ് എന്നുള്ള നിലയിൽ, കവി എന്നുള്ള നിലയിൽ, നാടകം, വളരെ വളരെ പ്രശസ്തമായ നിരവധി നാടകങ്ങൾ നമുക്ക് നൽകിയ KPCയുടെ പല നാടകങ്ങളും അദ്ദേഹത്തിൻ്റേതായി വന്നിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നു, ഭഗവാൻ കാലുമാറുന്നു എന്നുള്ളത് ഒരു കാലത്ത് കേരളം മുഴുവൻ ചർച്ച ചെയ്ത നാടകമായിരുന്നു. ആ തരത്തിലുള്ള സാമൂഹ്യ പ്രാധാന്യമുള്ള നാടകങ്ങൾ അദ്ദേഹത്തിൻ്റെ രചനയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും എഴുതാൻ സാധിക്കുക, മികച്ച പ്രഭാഷകനാകുക, രണ്ടും കൂടെ ഒരേ രീതിയിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ കണിയാപുരം എഴുത്തുകാരനായിരുന്നു, സാഹിത്യകാരനായിരുന്നു, അതേ രീതിയിൽ തന്നെ മികച്ച പ്രഭാഷകനായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷമായ ഒരു പ്രത്യേകതയാണ്. ഇവിടെ പത്രങ്ങൾ അന്ന് എനിക്ക് തോന്നുന്നു, ഞങ്ങളിവിടെ ഞാൻ KSU പ്രസിഡൻ്റായി വരുന്ന, KSU പ്രവർത്തകനായി വരുന്ന കാലത്ത് വിശ്വകേരളം ഇങ്ങനെ പത്രങ്ങളിലൊക്കെ പത്രാധിപരായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിശ്വമേഖല ഒരു അതിൻ്റെ ഇപ്പോൾ വലിയ ദേശീയ പത്രങ്ങളുടെ പ്രാധാന്യമല്ല, തിരുവനന്തപുരത്ത് നിന്ന് പ്രസിദ്ധീകരിച്ച പത്രമായിരുന്നെങ്കിലും അത് രാഷ്ട്രീയ കേരളം ശ്രദ്ധിച്ച ഒരു പത്രമായിരുന്നു. പത്രാധിപരെന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വളരെ ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹവുമായി എത്രയോ അടുത്ത് ഇടപഴകാൻ
രാഷ്ട്രീയ തലത്തിലെടുത്ത് ഇടപഴകാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയട്ടെ. അന്ന് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരുന്ന ആ കാലത്ത്, ശ്രീ PKV മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്തുമൊക്കെ അന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭാഗമായി ഒരുമിച്ച് പ്രവർത്തിക്കാനും രാഷ്ട്രീയ വേദികൾ പങ്കിടാനും രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഒരുമിച്ച് നിന്ന് പല തലങ്ങളിലും പ്രവർത്തിക്കാനൊക്കെ സാധിച്ചതൊരു വലിയ അനുഭവമായി ഞാൻ എന്നും കാണാറുണ്ട്. അകാലത്തിലാണ് അദ്ദേഹത്തിൻ്റെ വേർപാട്. പ്രിയപ്പെട്ട കണിയാപുരത്തിൻ്റെ ആ ഉജ്ജ്വലമായ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ എൻ്റെ ഒരു അനുജൻ എന്നുള്ള നിലയിൽ എൻ്റെ എല്ലാവിധ പ്രണാമവും അർപ്പിക്കാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുന്നു. ഈ സാംസ്കാരിക പ്രസ്ഥാനം 10-70 വർഷക്കാലമായി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് അതിൻ്റെ വിജയകരമായ പശ്ചാത്തലത്തെയാണ് സൂചിപ്പിക്കുന്നത്. എത്രയോ തലമുറകൾ ഈ പ്രസ്ഥാനത്തിലൂടെ കടന്നുപോയിരിക്കുന്നു. പ്രതിഭാശാലികളായ എത്രയോ പേരെ വളർത്തിയെടുക്കാൻ സാധിച്ചിരിക്കണം. 70 വർഷം പൂർത്തിയാകുക, നമ്മുടെ ഒരു ഗ്രാമത്തിൽ ഒരു സാംസ്കാരിക പ്രസ്ഥാനം 70 വർഷം പൂർത്തിയാകുക എന്നുള്ളത് തികച്ചും അഭിമാനിക്കത്തക്ക കാര്യമാണ്. YMHA ഗ്രന്ഥശാല അതിൻ്റെ സപ്തതി ആഘോഷ വേളയിൽ ഇവിടെ വന്ന് എൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കാൻ സാധിച്ചതൊരു വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്ന ഒരു സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ട്. തലമുറകളെ വാർത്തെടുക്കുന്നതിൽ, സമൂഹത്തെ നയിക്കുന്നതിലൊക്കെ വലിയ പങ്കുണ്ട്. ഞാനൊരു കാര്യം അഭിമാനത്തോടെ കടപ്പാടോടെ ഇന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പഠിച്ചത് തൃശ്ശൂർ കണ്ടശങ്കടവ് ഹൈസ്കൂളിലാണ്. സ്കൂൾ ലൈബ്രറി ഞാൻ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ അധ്യാപകർ നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കാൻ എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ തൃശ്ശൂരിൽ കാരമുക്ക്, ഈ മണലൂർ പഞ്ചായത്തിലെ കാരമുക്കിലെ ലൈബ്രറി, അവിടെ അന്നൊരു UP സ്കൂൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന കാരമുക്കിലെ ലൈബ്രറി എൻ്റെ അറിവ് വർദ്ധിപ്പിച്ചതിൽ ഒരു പക്ഷേ പ്രസിദ്ധങ്ങളായ നിരവധി ഗ്രന്ഥങ്ങൾ വായിക്കാൻ എനിക്ക് അവസരം നൽകിയത് ആ വായനശാലയായിരുന്നു. അവിടെ ലൈബ്രറിയൻ ഒരു സിദ്ധാർത്ഥൻ മാസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് അദ്ദേഹം കുറച്ചൊരു തീവ്രവാദ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ പോയി. എങ്കിലും സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന എന്നെപ്പോലുള്ള ഒരാൾക്ക് അദ്ദേഹം ഇന്ന പുസ്തകങ്ങൾ വായിക്കണം എന്ന മാർഗനിർദ്ദേശം നൽകിയത് ജീവിതത്തിലൊരു വലിയൊരു അനുഭവമായി ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഒരു പക്ഷേ ആ ലൈബ്രറി അന്ന് അവിടെ ആ രീതിയിൽ മികച്ച ലൈബ്രറി ആയിരുന്നു. ആ രീതിയിൽ ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത്രത്തോളം ആ കാലത്ത് വായിക്കാൻ, പൊതുവിജ്ഞാനം നേടിയെടുക്കാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുമായിരുന്നില്ല. കാരമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശ്രീനാരായണ ഗുരുസ്വാമികൾ ദീപപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ്. കാരമുക്ക് ചിദംബര ക്ഷേത്രത്തിലാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ ദീപപ്രതിഷ്ഠ നടത്തിയത്. ഇപ്പം മുരുക്കുമ്പുഴയിലൊക്കെ അദ്ദേഹം പ്രതിഷ്ഠ നടത്തി. അതൊക്കെ പിന്നീടാണ്. അതിനു മുമ്പ് നേരത്തെ നടത്തി വന്ന ആ അരുവിപ്പുറം പ്രതിഷ്ഠയ്ക്ക് ശേഷം നടത്തിയ പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് ശേഷം വ്യത്യസ്തമായൊരു പ്രതിഷ്ഠ, അതിന് തുടക്കം കുറിച്ചത് കാരമുക്ക് ശ്രീ ചിദംബര ക്ഷേത്രത്തോടനുബന്ധിച്ചുള്ള അനുബന്ധിച്ചുള്ള പ്രതിഷ്ഠാകർമ്മത്തിലാണ്. അതിൻ്റെ സംഘാടകരൊക്കെ നിരവധി വിഗ്രഹങ്ങൾ തയ്യാറാക്കി വെച്ചിരുന്നു. ശ്രീനാരായണ ഗുരുസ്വാമികൾ ആ വിഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ച് അവിടെ ദീപം തെളിയിച്ചു. അവിടെ ദീപമാണ് പ്രതിഷ്ഠിച്ചത്. വെളിച്ചം, പ്രകാശം. അതൊരു ശ്രീനാരായണ ഗുരുസ്വാമികളുടെ പ്രതിഷ്ഠാ പരമ്പരയിലെ ഒരു വ്യതിയാനമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാൻ കാരമുക്കിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ സന്ദർഭവശാൽ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ലൈബ്രറികൾക്ക്, സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലുമൊക്കെ വലിയ പങ്കുണ്ട്. ഇപ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങളുടെ വളർച്ച, ടെലിവിഷൻ്റെ വളർച്ച, ടെലിവിഷൻ എത്ര വളർന്നാലും വായനയുടേതായിട്ടുള്ള ഒരു പ്രാധാന്യവും പ്രസക്തിയും ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ വായനയിലേക്ക് ഉറപ്പിച്ച് നിർത്താൻ
നല്ല വായനക്കാരാക്കാൻ, അവരെ പാഠ്യേതരമായ കാര്യങ്ങളെക്കുറിച്ച് അവരെ പ്രബുദ്ധരാക്കാൻ തീർച്ചയായും ഇതുപോലുള്ള സാംസ്കാരിക പ്രസ്ഥാനങ്ങൾക്ക് ഏറെ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇവിടെ ഇന്ന് VSന് കണിയാപുരത്തിൻ്റെ സ്മാരകമായിട്ടുള്ള ഒരു അവാർഡ് നൽകേണ്ടതായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം നേരത്തെ പോയതുകൊണ്ട് നമുക്കതിന് സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും കണിയാപുരത്തിൻ്റെ പേരിലുള്ള ഒരു പുരസ്കാരം VSന് നൽകാൻ സാധിക്കുക, അതല്ലെങ്കിൽ VSനെ അതിനു വേണ്ടി തിരഞ്ഞെടുക്കുക ഏറ്റവും അനുയോജ്യമായ കാര്യമാണ്. സംഘാടകരെ, ജഡ്ജിങ് കമ്മിറ്റിയെ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് VS അച്യുതാനന്ദന് തനതായിട്ടുള്ള ഒരു പ്രത്യേകമായ സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. ശ്രീ ലിജു, അദ്ദേഹം ആലപ്പുഴക്കാരനാണെന്ന് പറയുകയുണ്ടായി. നമുക്കറിയാം, വളരെ ഏറ്റവും സാധാരണ കുടുംബത്തിൽ പിറന്ന് തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി രാഷ്ട്രീയ രംഗത്ത് ഉയർന്ന് നിയമസഭയിൽ അംഗമായി, നിയമസഭാ പാർട്ടി നേതാവായി, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി, ദേശീയ തലത്തിൽ ഇന്ന് അറിയപ്പെടുന്ന നേതാക്കളിൽ, കേരളത്തിൽ നിന്നുള്ള നേതാക്കളിൽ സഖാവ് VSൻ്റെ സ്ഥാനം ഏറ്റവും ഉയർന്ന തലത്തിലുള്ളതാണ്. ആ ഉയർന്ന നിരയിൽ പ്രമുഖമായ സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടില്ല. പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പാഠശാലയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. എത്രയോ അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം. ഇത്രയേറെ അനുഭവങ്ങളുള്ള, അത് ജീവിതാനുഭവങ്ങളുള്ള, രാഷ്ട്രീയ അനുഭവങ്ങളുള്ള, സമരാനുഭവങ്ങളുള്ള VSനെ പോലുള്ള നേതാക്കൾ ഈ കാലഘട്ടത്തിൽ വളരെ വളരെ ചുരുങ്ങി വരുന്നു എന്ന് നമുക്കറിയാം. അപൂർവമായി നിൽക്കുന്നൊരു ജനസിൽ, ശ്രീ ലിജുവിൻ്റെ വാക്ക് തന്നെ ഞാൻ കടമെടുക്കുന്നു, അപൂർവമായി നിലനിൽക്കുന്നൊരു ജനസിൽപ്പെട്ട VS ഇന്നും സാമൂഹ്യ പ്രശ്നങ്ങളോട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് പ്രതികരിക്കാൻ മടിക്കാത്ത അദ്ദേഹത്തെ വ്യക്തിപരമായി എനിക്ക് വളരെ വളരെ ആദരവാണ് എന്നും അദ്ദേഹത്തോടുള്ളത്. അദ്ദേഹത്തിന് ഈ കണിയാപുരത്തിൻ്റെ പേരിലുള്ള പുരസ്കാരം അദ്ദേഹത്തെ അതിന് അർഹനാക്കുന്നു. എത്രയോ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകും, എങ്കിലും ഈ പുരസ്കാരത്തിനൊരു പ്രത്യേകതയുള്ളത് കണിയാപുരത്തിൻ്റെ പേരിലുള്ള പുരസ്കാരമാണ്. അത് അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഒരു മാറ്റ് വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ പുരസ്കാരത്തിന് അർഹനായ അദ്ദേഹത്തെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എൻ്റെ വ്യക്തിപരമായ നിലയിൽ പ്രത്യേകമായ അഭിവാദ്യം ചെയ്യുന്നു. കേരളത്തിന് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഏറെക്കാലം കൂടുതൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഇന്നിവിടെ വന്ന് നിങ്ങളോട് അല്പസമയം സംസാരിക്കാൻ അവസരം കിട്ടിയതിലുള്ള പ്രത്യേകമായ സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ അല്പസമയം കഴിഞ്ഞ് ഞാൻ വിടവാങ്ങും, അതിനനുവദിക്കണം എന്ന അപേക്ഷയോടുകൂടി ഈ സാംസ്കാരിക പ്രസ്ഥാനത്തിന്, കണിയാപുരത്തിൻ്റെ സാംസ്കാരിക പ്രസ്ഥാനമായ ഈ YMHA, യങ് മെൻസ്, എന്താണ് എൻ്റെ ഫുൾ ഫോം? യങ് മെൻസ് ഹിൻഡ് അസോസിയേഷൻ, ജയ് ഹിന്ദിൻ്റെ ഹിൻഡ് അല്ലേ, ജയ് ഹിന്ദിൻ്റെ ഹിൻഡ്, അതാണ്. അപ്പോൾ വളരെ ദേശീയ പ്രാധാന്യമുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇതുപോലൊരു പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കാൻ സാധിച്ചു. അതിൻ്റെ പേര് തന്നെ അതിനെ അർത്ഥവത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന് 70 പിന്നിടുന്ന ഈ പ്രസ്ഥാനത്തിന്, സപ്തതി ആഘോഷങ്ങൾ നടത്തുന്ന ഈ പ്രസ്ഥാനത്തിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നമസ്കാരം. കഠിനംകുളത്തിൻ്റെ മുഖപത്രമായി പുറത്തിറങ്ങുന്ന സന്ദേശം മാസികയുടെ 29ാം ലക്കത്തിൻ്റെ പ്രകാശനം ശ്രീ VM സുധീരൻ നിർവഹിക്കുന്നു. അത് കുരിപ്പുഴ ശ്രീകുമാർ ഏറ്റുവാങ്ങും. അടുത്തതായി നമ്മളെല്ലാം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ശ്രീ പ്രിയ കവി കുരിപ്പുഴ ശ്രീകുമാറിനെ ക്ഷണിക്കുന്നു.
എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഈ അവാർഡ് ഫലകത്തിൻ്റെ ഒരു രൂപകൽപ്പനയാണ്. ഒരു തുറന്നു വെച്ച പുസ്തകത്തിൻ്റെ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. വാസ്തവത്തിൽ കണിയാപുരം രാമേന്ദ്രനെ അനുസ്മരിച്ച് ഒരു അവാർഡ് നൽകുമ്പോൾ തീർച്ചയായിട്ടും അതിന് പറ്റിയ രീതിയിലുള്ളൊരു രൂപകൽപ്പനയാണ് ഇതിൻ്റെ ആർട്ടിസ്റ്റ് നടത്തിയത്. ഒരു പുസ്തകം തുറന്നു വച്ചിരിക്കുന്നു. അതിൽ ഒരു താളിൽ കണിയാപുരത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, തൊട്ടിപ്പുറത്ത് അവാർഡ് വാങ്ങുന്ന VS കുറിച്ചുള്ള കാര്യങ്ങൾ ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയൊരു ഭാവനയ്ക്ക് ഭാവനയെ ഞാൻ അഭിനന്ദിക്കുന്നു, ആദരിക്കുന്നു. വലിയ സന്തോഷമുണ്ട്. കണിയാപുരം രാമേന്ദ്രൻ്റെ നാട്ടിൽ വന്ന് നിങ്ങളുടെ ലൈബ്രറിയുടെ പേര് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പേരാണ് യങ് മെൻസ് ഹിന്ദ് അസോസിയേഷൻ ഗ്രന്ഥശാല. ഇതിലെ ഹിന്ദ് എന്ന് പറയുന്നത് VM സുധീരൻ പറഞ്ഞ പോലെ ജയ് ഹിന്ദിൻ്റെ ഹിന്ദാണ്. ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്ന അർത്ഥമില്ല. ഹിന്ദ് എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു പേരത്. 70 വർഷം മുമ്പായതുകൊണ്ടാണ് ഇങ്ങനെയൊരു പേരിട്ടത്. ഇപ്പോഴാണെങ്കിൽ ഒരാളും ഇങ്ങനെയൊരു പേര് ഇടത്തില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഹിന്ദു എന്ന അർത്ഥം ഇല്ല. സിന്ധു നദിക്ക് പേർഷ്യൻ ഭാഷയിൽ പറയുന്ന പേര് അവിടെ സി എന്ന സിന്ധു സായിക്ക് പകരം ഹായാണ് അവർ ഉപയോഗിച്ചത്. അതുകൊണ്ട് സിന്ധു നദിക്ക് ഇപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാരെയാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നത്. സിന്ധു നദിക്ക് ഇപ്പുറത്തുള്ള സ്ഥലത്തിൻ്റെ പേരാണ് ഹിന്ദ് എന്നാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ യഥാർത്ഥ പേര്, പഴയ പേര്, ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ പഴയ പേര് നിങ്ങൾക്കറിയായിരിക്കും. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്നാണ്. എന്ന് പറയുക ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്നാണ് അതിൻ്റെ അർത്ഥം. ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ജയിക്കട്ടെ എന്നാണ് അർത്ഥം. യങ് മെൻസ് ഹിന്ദ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാരായ ചെറുപ്പക്കാരുടെ സംഘം നടത്തുന്ന ലൈബ്രറി. അവർ വലിയ കാഴ്ചപ്പാടാണ്. ഇന്ന് നമുക്ക് കാണാൻ കഴിയാത്തൊരു കാഴ്ചപ്പാടാണ് ഈ ലൈബ്രറിക്ക് ഈ പേരിടാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലുള്ളത് എന്ന് വളരെ സന്തോഷത്തോടെ പറയുന്നു. അദ്ദേഹം VM സുധീരൻ പ്രസംഗിച്ചാൽ പറഞ്ഞു, ഒരു ഞങ്ങൾ ഒന്നിച്ച് രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു പറഞ്ഞു. ശരിയാണ്. എൻ്റെ ജീവിതത്തിലെ ഒരു ചെറിയ കാലം ഞാൻ വിചാരിച്ച് ഈ രാജ്യമെല്ലാം രാഷ്ട്രീയത്തിലൂടെ നന്നാക്കാമെന്ന് വിചാരിച്ച ഒരാൾ നടക്കത്തില്ല എന്ന് ബോധ്യം വന്നിട്ട് മടക്കി വെച്ചൊരു ആളാണ്. കാര്യം എന്തായിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളതിന് ചർച്ചിലിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. നാളെ എന്ത് നടക്കുമെന്ന് പ്രവചിക്കുകയും മറ്റന്നാൾ അത് എന്തുകൊണ്ട് നടന്നില്ല എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്ന ആളിനെയാണ് രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയേണ്ടത് എന്ന് പറഞ്ഞു. പിന്നീട് എന്നെ അതിനെ ഏറ്റവും കൂടുതൽ ഉത്സാഹിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയുടെ ഒരു സോവിയറ്റ് പക്ഷ നിലപാടും ബാങ്ക് നാഷണലൈസേഷൻ അടക്കമുള്ള പ്രിവിക് പേഴ്സ് നിരോധം അടക്കമുള്ള അവരുടെ പ്രവർത്തികളുമായിരുന്നു. അത് എനിക്കൊരു പ്രത്യാശ ഉണ്ടാക്കിയൊരു കാര്യമാണ്. ഇന്ത്യയിൽ എവിടെയും ഗ്രൂപ്പുകളും പ്രാദേശികമായ കമ്മിറ്റികളും ഉള്ള ഒരു പ്രസ്ഥാനമായതുകൊണ്ട് തീർച്ചയായിട്ടും ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും എന്ന് ഞാൻ വിചാരിച്ചു. പിന്നീട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഇതിൻ്റെ പിന്നിൽ അടിയന്തരാവസ്ഥയിലെ ഏകാധിപതിയുടെ വലിയ മുഖം ഞാൻ തിരിച്ചറിയുകയും ചെയ്തപ്പോൾ ഞാൻ അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രവർത്തിക്കുകയാണ്. അടിയന്തരാവസ്ഥയ്ക്കെതിരെ പ്രവർത്തിച്ച സമയത്ത് വാസ്തവത്തിൽ എനിക്ക് പോലീസിൻ്റെ അന്വേഷണം ഉണ്ടായതിനെ തുടർന്ന് എനിക്ക് ഒളിവിൽ പാർക്കേണ്ടതായിട്ട് വന്നു. എൻ്റെ കൈകൊണ്ട് തന്നെ 20 പരിപാടി ഇലക്ഷൻ തട്ടിപ്പ് എന്ന് എഴുതി ഞാൻ ഞങ്ങളുടെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു. അന്ന് ഈ പ്രശ്നത്തിൽ പെട്ടുപോയത് ഈ സ്പീക്കറുടെ പാർട്ടിയാണ്, ഡെപ്യൂട്ടി സ്പീക്കറുടെ പാർട്ടിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്നെ സഹായിച്ചത് അവരാണ്. പോലീസ് പിടിക്കാതിരിക്കാൻ സഹായിച്ചത് അവരാണ്. കാര്യം അവർ ഭരണത്തിലുണ്ട്, അവരുടെ പാർട്ടി ഇതിനെ എതിർത്തൊരു തീരുമാനം എടുത്തിട്ടില്ല. പന്ന്യൻ തലമുടിയുടെ നീളം നിങ്ങൾ കണ്ടില്ലേ? അതിൻ്റെ അർത്ഥം അടിയന്തരാവസ്ഥയോട് ഈ പാർട്ടി ഉണ്ടായിരുന്ന ഏറ്റവും വലിയ എതിർപ്പിൻ്റെ പ്രതീകമായിട്ടാണ് അദ്ദേഹം ആ മുടി വളർത്തിയിരുന്നത്. അന്ന് തുറന്നു പറയാൻ പറ്റിയില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ബട്ടിൻഡയിൽ അവരുടെ കോൺഗ്രസ് വിളിച്ചു കൂട്ടുകയും അന്നെടുത്ത നിലപാടുകൾ തെറ്റാണെന്ന് അവർ തിരുത്തുകയും ചെയ്തു. അതാണ് വ്യക്തിത്വമുള്ള ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം സാധ്യമല്ലാത്ത ഒരു കാര്യമാണ് എന്ന് മനസ്സിലാവുകയും അടിയന്തരാവസ്ഥ കാലത്തുനിന്ന് ഞാൻ എങ്ങനെയെങ്കിലും ജീവനും കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. അന്ന് പോലീസിൻ്റെ കയ്യിൽ ഞാൻ പെട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും രാജനെപ്പോലെ ഒരാളായി പോകുമായിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി വാദിക്കാനോ ചോദിക്കാനോ എൻ്റെ കുടുംബത്തിൽ ആരും തന്നെ ഉണ്ടാകുമായിരുന്നില്ല.
എൻ്റെ അമ്മ ഒരു പാവം അധ്യാപികയായിരുന്നു. ഒരിക്കലും അമ്മയ്ക്ക് കോടതിയിലെങ്ങും പോകാൻ സാധിക്കില്ലായിരുന്നു. ഞാൻ ഒഴിവുകാലം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അമ്മ എനിക്കെടുത്തു തന്നത് അമ്മ വിവിധ ക്ഷേത്രങ്ങളിൽ എനിക്ക് വേണ്ടി എൻ്റെ ജീവന് വേണ്ടി കഴിച്ച വഴിപാടുകളുടെ രസീതുകളാണ്. ഇങ്ങനെയാണ് ഞാൻ നിന്നെ സംരക്ഷിച്ചത് എന്നാണ് എന്നോട്